ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കിച്ചണിൽ നിന്ന് ടേബിളിലേക്ക് ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് കൈറൊട്ടിയാണ്. കൈറൊട്ടിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുമാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ഇടയ്ക്ക് റെഡിയാക്കാറുണ്ട്. പിന്നെ രാവിലെ ചായ, നല്ല ചൂട് ചായ, കടുപ്പമൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായ നമ്മൾ റെഡിയാക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് കഴിക്കാനായിട്ട് 2-3 കൈറൊട്ടി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ മുട്ടയുടെ ഗ്രേവി, മുട്ടക്കറിയും അതുപോലെ തന്നെ ഒരു ബോയിൽഡ് എഗ്ഗും 1 കപ്പ് ചൂട് ചായ എടുത്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് അരിപ്പൊടിയിലാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ള പത്തിരിയിൽ നിന്നും ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇത് തിക്കായിട്ടുള്ള ഒരു പത്തിരിയാണ്. അപ്പോൾ ഇതിൽ പരത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പിന്നെ ഒരുപാട് നമ്മുടെ നൈസ് പത്തിരി ചെയ്യുന്ന പോലെ ഒരുപാട് വാട്ടി കുഴയ്ക്കലോ അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് കുഴച്ചെടുത്ത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് അരിപ്പൊടിയിൽ റെഡിയാക്കി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യാൻ പറ്റുന്ന, പ്രസ് ചെയ്ത് ചുട്ടെടുക്കുന്ന വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൈപ്പ് തിക്കായിട്ടുള്ള പത്തിരിയാണ്. അപ്പം നമ്മുടെ ഏരിയയിലൊക്കെ വളരെ കോമൺ ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് മാംഗോ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മധുരമുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ, ചെറിയൊരു പുളിപ്പ് എവിടെയോ ഉണ്ട്, എന്നാൽ മധുരം, നല്ല രീതിയിലുള്ള മധുരമുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ. അതിനുശേഷം നമ്മളിതാ ഉച്ചയ്ക്ക് കിച്ചണിൽ ലഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് കിച്ചണിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിന് കറിയായിട്ട് വെക്കുന്നത് ഫിഷ് കറിയാണ്. അപ്പോൾ കൂടുതലും ഫിഷിൻ്റെ തലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫിഷ് തലക്കറി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കുന്നത് തക്കാളിയും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് രസമാണ്. അപ്പോൾ തക്കാളി പരിപ്പ് രസം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ചോറിൽ ഒരുപാട് ഒഴിച്ച് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് കറിയാണ്. അപ്പോൾ ഫിഷ് കറി എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള ഫേവറേറ്റ് ഉള്ള ആളൊന്നും അല്ല. അപ്പോൾ എനിക്ക് ഇന്ന് തക്കാളി പരിപ്പ് കറിയാണ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ചക്കക്കുരുവാണ്. ഇതും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മുറുക്കി പൊരിച്ച് എടുക്കണം. അപ്പോൾ ഇത് ഫ്രഷായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കീറി വറ്റിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവാണ്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞൻ മത്തി വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് പൊരിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലെ ഡ്യൂട്ടീസും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് മാറ്റുകയാണ്. കാസ്ട്രോളിൽ എന്നത്തെയും പോലെ തന്നെ ചൂട് ചോറ്. പിന്നെ എൻ്റെ തക്കാളി പരിപ്പ് രസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. നമ്മുടെ സാമ്പാറിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ മുറുക്കി പൊരിച്ചിട്ടുള്ള ചക്കക്കുരു. പിന്നെ ഫിഷ്, ഇതെന്ന് പറയുന്നത് തിലാപ്പിയ വെച്ചിട്ടുള്ള ഫിഷ് കറിയാണ്. അപ്പോൾ ഫിഷ് കറിയാണ്. പിന്നെ കൂടുതൽ ഇതിൽ തലയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിഷ് തലക്കറി എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ അത്ര വലിയ മീൻ കറിയുടെ ലവറും അല്ല, അതുപോലെ തന്നെ ഫിഷ് തലക്കറിയുടെ ലവറും അല്ല. എന്താണേലും നമ്മുടെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കാണിച്ചല്ലോ, നമ്മുടെ ലഞ്ചിനുള്ള സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചല്ലോ. ഇനിയിപ്പോൾ ടേബിളിൽ നമ്മൾ ഓരോന്നായിട്ട് ഉച്ചക്കത്തേന് റെഡിയാക്കിയ ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് എടുത്തു വെച്ചു. ഇനി പ്ലേറ്റിലേക്ക് എനിക്ക് കഴിക്കാനായിട്ടുള്ള, അപ്പോൾ പ്ലേറ്റിലേക്ക് ഇത് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ മാംഗോ, കുറച്ച് ഗ്രീൻ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കോക്കനട്ട് ഓയിലൊക്കെ ചാലിച്ച് കുറച്ച് മാങ്ങാപ്പഴം അങ്ങനെയും കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ചോറെടുത്തു. ചോറിലേക്ക് നമ്മൾ മുന്നേ കാണിച്ച കറികളുണ്ടല്ലോ, കറികളെല്ലാം കൂടെ ചേർന്നിട്ട്, കറികളെല്ലാം എന്ന് പറയുമ്പോൾ ഞാൻ ഫിഷ് കറി എടുക്കുന്നില്ല. ഞാൻ നന്നായിട്ട് കുറച്ച് കൂടുതൽ തക്കാളി പരിപ്പ് രസമാണ് ഞാൻ കൂടുതലായിട്ട് ഒഴിക്കുന്നത്. എനിക്ക് പപ്പടം പൊരിച്ചതും അതുപോലെ തന്നെ ഈ തക്കാളി പരിപ്പ് രസം ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും നിർബന്ധമില്ല. കാരണം ഇതെനിക്ക് ഒരുപാട് ഒഴിച്ചതിന് ശേഷം ആ പപ്പടവും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിന്ന് നല്ല നാടൻ കുഞ്ഞൻ മത്തിയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 3 ഐറ്റംസും കൂടെ ആകുമ്പോഴത്തേനും ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ലഞ്ചെന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോരോ കംഫർട്ടായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ തക്കാളി പരിപ്പ് രസവും വളരെ ചെറിയ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള പപ്പടമൊക്കെ ഫ്രൈ ചെയ്ത് അത് കൂട്ടി ചേർത്ത് കഴിക്കുമ്പോൾ അതെൻ്റെ ഒരു വൺ ഓഫ് ദ കംഫർട്ട് ലഞ്ച് ആണ്.
പിന്നെ ഇതാ ചക്കക്കുരു കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കുമായിരുന്നു, ഞാൻ ഫിഷ് തലക്കറി എന്ന് പറയുന്ന ഒന്ന് നോക്കുമായിരുന്നു, എന്നാൽ അധികം എടുത്തിട്ടില്ല. പിന്നെ ഇത് പപ്പടമല്ല, നമ്മുടെ തമിഴ്നാട് ടൈപ്പ് ഓഫ് അപ്പളമാണ്. പിന്നെ ചക്കക്കുരു ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് കുഞ്ഞൻ മത്തി പൊരിച്ചതാണ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് മത്തിയുണ്ട്. നമ്മുടെ കുഞ്ഞൻ മത്തി പൊരിച്ചത് ചെറുതും അതുപോലെ തന്നെ ഒമാൻ മത്തി വലുതും. അപ്പോൾ എനിക്ക് ഒമാൻ മത്തി വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ മത്തി, നാടൻ മത്തി ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൂടുതൽ ഇവിടെ വാങ്ങിക്കലും മീൻ കറി വെക്കലും മീൻ പൊരിക്കലും മീൻ പീര വെക്കലും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ചോറൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി കൈയിടുന്നതിന് മുന്നേ വീണ്ടും ഞാൻ കുറച്ച് കൂടുതൽ തക്കാളി പരിപ്പ് രസമൊക്കെ എടുത്ത് ചോറിലേക്ക് വിളമ്പുകയാണ്. നല്ല ചൂട് ചോറും നല്ല ചൂട് രസവും എല്ലാം ഭയങ്കര ആസ്വദിച്ച് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലഞ്ചായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പെന്ന് പറയുന്നത് ഞാൻ നല്ല ഒരു വിസിൽ എനിക്ക് പരിപ്പ് നന്നായിട്ട് കടിക്കാൻ കിട്ടണം. അത് സാമ്പാറിലാണെങ്കിലും ശരി, പരിപ്പ് കറിയിലാണെങ്കിലും ശരി, പരിപ്പ് രസത്തിലാണെങ്കിലും ശരി, ഞാൻ ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ പരിപ്പ് ഒട്ടും വേവാതെ കിട്ടണം. അപ്പോൾ നല്ല ആസ്വദിച്ച് ഞാൻ പരിപ്പൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം പരിപ്പ് കറിയൊക്കെ കൂട്ടി ചോറുണ്ടു. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1-2 സ്പൂൺ ഐസ്ക്രീം കഴിച്ചു. പിന്നെ മക്കൾക്കും ചെറിയ ബൗളിലാക്കി അത് കൊടുത്തു. അപ്പോൾ ചോറുണ്ടതിന് ശേഷം ഇന്ന് മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എടുത്ത് കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചായയുടെ പരിപാടിയാണ്. അപ്പോൾ ചായയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ നമ്മൾ കോൾസ്ലോയും അതുപോലെ തന്നെ ഗാർലിക് സോസുമാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ കുറച്ച് നമ്മുടെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ് നമ്മുടെ ദിൽഖുഷും അതുപോലെ തന്നെ ഒരു പീസ് കേക്കും എല്ലാം കൂടെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ടുള്ള ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈമാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്കും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദിൽഖുഷും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ വൈകുന്നേരത്തെ ചായ കുടിക്കൽ പരിപാടിയാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ചൂട് ചായ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. നോർമൽ ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത്. സ്പൈസി ബ്രോസ്റ്റഡ് ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടെ വളരെ ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൾസ്ലോ അതും കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഈ ബ്രോസ്റ്റഡ് കഴിക്കുമ്പോൾ വലിയ നിർബന്ധമില്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാത്തത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാനിത് വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മക്കൾക്ക് ബിസ്ക്കറ്റായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആരോ ഫ്രൂട്ട് ബിസ്ക്കറ്റും കുറച്ച് കാഷ്യൂനട്ട് ബട്ടർ കുക്കീസും കൂടെ എടുത്തിട്ട് അതും കൂടെ ഞാൻ മക്കൾക്ക് കൊടുത്തു. അതിനുശേഷം നമ്മുടെ വൈകുന്നേരത്തെ ചായ കുടിക്കൽ ടീ ആൻഡ് സ്നാക്ക് പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് വെറുതെ എടുത്ത് ഈ ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ 50-50 ബിസ്ക്കറ്റ്, ഈ വക ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ബട്ടർ കുക്കീസ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും കുറച്ച് കഴിച്ചു. അതിനുശേഷം ഡിന്നർ എന്ന് പറയുമ്പോഴത്തേനും ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഹോംലി ഡിഷസ് ആയിരുന്നു. അപ്പോൾ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിട്ടുള്ള ലഞ്ചും ടേസ്റ്റി ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.